ലോകത്തിന്റെ കണ്ണുകൾ ഇന്ന് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്കാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അല്പസമയത്തിനകം ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് അവർ ഗാർഡ് ഓഫ് ഓണർ അടക്കം സ്വീകരിക്കുന്നതാണ്. ട്രംപ് ഷീ ജിൻ പിങ്ങുമായി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ അല്പസമയത്തിനകമാണ് ഇവരുടെ ചർച്ചകൾ ആരംഭിക്കുക എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ചൈനയുടെ സഹായം തേടുമെന്നാണ് സൂചനകൾ. വ്യാപാര കരാറും തായ്വാൻ വിഷയവും ചർച്ചയാകും. ബീജിംഗിലെത്തിയ അമേരിക്കൻ സംഘത്തിൽ ഇലോൺ മസ്കും ടിം കുക്കും അടക്കമുള്ള പ്രമുഖ വ്യവസായികളുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, ട്രംപും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം അത് ലോകക്രമത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു സമവായ വഴിയിലേക്ക് ട്രംപ് നടന്നെത്തുന്നത്. പലതവണ മാറ്റിവെച്ച ട്രംപിൻ്റെ സന്ദർശനം കൂടിയാണ് ഇത്. നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ലോകം കാത്തിരിക്കുന്ന കൂടിക്കാഴ്ചയാണ്, സംശയമില്ല. ഒരു സമവായം നിലയിലേക്ക് ഈ രണ്ട് വൻശക്തികൾ എത്തിയാൽ, വ്യാപാര കരാറിലടക്കം വ്യത്യാസങ്ങളുണ്ടായാൽ പല യുദ്ധങ്ങളും തീരാനുള്ള സാഹചര്യമുണ്ട്. ഹോർമുസിലെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നുള്ള വലിയൊരു കടമ്പ ട്രംപിൻ്റെയും ഒപ്പം ഷീ ജിൻ പിങ്ങിൻ്റെയും മുന്നിലുണ്ട്. ഇതിലൊക്കെ വിശദമായി തന്നെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് കരുതാമോ? രഞ്ജിത്ത്, 2017 ശേഷം ഒരു US പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത് ആദ്യമാണ്. ആ അർത്ഥത്തിൽ തന്നെ വലിയ പ്രത്യേകതകളുള്ള ഒരു സന്ദർശനമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആവേശകരമായ സ്വീകരണമാണ് ട്രംപിന് ബീജിംഗിൽ ലഭിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി ഉള്ള കൂടിക്കാഴ്ച ആരംഭിക്കും. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകുന്നത് 3 വിഷയങ്ങളാണ്. 1, പശ്ചിമേഷ്യൻ യുദ്ധം. 2, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറും അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളും. 3, തായ്വാൻ വിഷയം. അമേരിക്കയിൽ നിന്ന് ബീജിംഗിലേക്ക് പുറപ്പെടും മുമ്പ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ട്രംപ് മറുപടി പറഞ്ഞത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹകരണമോ സഹായമോ ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഈ സന്ദർശനത്തിൽ പ്രധാനമായും ചർച്ചയാവുക പശ്ചിമേഷ്യൻ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യം തന്നെയാണ്. കാരണം പാകിസ്ഥാനെ മധ്യസ്ഥരാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ, അതായത് നയതന്ത്ര ചർച്ചകൾ, സമാധാന കരാറിലേക്ക് എത്താനുള്ള നയതന്ത്ര ചർച്ചകൾ, അതിന് പാകിസ്ഥാനാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ കൂടിയും ചൈനയ്ക്ക് ഈ വിഷയങ്ങളിൽ നിർണായക സ്വാധീനമുണ്ട് എന്ന് അമേരിക്ക വിലയിരുത്തുന്നു. മാത്രമല്ല, പല നയതന്ത്രപരമായ ഇടപെടലുകളും അതോടൊപ്പം തന്നെ തീരുമാനങ്ങളും ഇറാൻ കൈക്കൊള്ളുന്നത് ചൈനയോടുകൂടി ആലോചിച്ചാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിക്കുക. മാത്രമല്ല, ട്രംപിന് വരും കാലങ്ങളിൽ വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ട്. അതായത് ഇടക്കാല തെരഞ്ഞെടുപ്പ് അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഒരു സമാധാന കരാറിലേക്ക് എത്തിച്ചേരണം. മാത്രമല്ല, വ്യാപാര കരാറിലടക്കം നിർണായക തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ അമേരിക്ക ഉപയോഗിക്കാൻ പോകുന്നത് ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം അത് ഉപയോഗപ്പെടുത്തി ഹോർമുസ് തുറക്കുക, ഒരു സമാധാന കരാറിലേക്ക് ഇറാനെ എത്തിക്കുക. ഇതാണ് ഒന്നാമത്തെ ചർച്ചാ വിഷയം. 2, വ്യാപാര കരാറാണ്. 2025 ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരം തീരുവയും പിഴത്തീരുവയും ഒക്കെ ചുമത്തിയത് ലോകത്തിലെ 2 വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള വലിയ വാക്പോരിനും അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ട്രംപിൻ്റെ തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ കോടതികൾ തന്നെ റദ്ദാക്കി. എങ്കിലും ആ വ്യാപാര കരാർ സൃഷ്ടിച്ച പ്രതിസന്ധികൾ ഇപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിലുണ്ട്. 1, അമേരിക്ക ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീൻ അത് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ്. ഈ ഇറക്കുമതിയിൽ വലിയ തോതിലുള്ള ഇടിവ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവിടുത്തെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടുമുണ്ട്. മറ്റൊന്ന്, ബീഫ് അടക്കമുള്ളവയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊന്ന്, അപൂർവ ഭൂമി ധാതുക്കൾ. അമേരിക്കയുടെ വ്യാപാര കരാറിലെ പിഴത്തീരുവയ്ക്ക് എതിരായി ചൈന കടുത്ത നടപടികൾ സ്വീകരിച്ചിരുന്നു. അത് അന്ന് തന്നെ വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അതിലേറ്റവും പ്രധാനം അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയാണ്. ലോകത്തിലെ തന്നെ 80% അപൂർവ ഭൂമി ധാതുക്കളും ഉള്ളത് ചൈനയിലാണ്. ഇത് കയറ്റുമതി ചെയ്യുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ചൈന അന്ന് കൊണ്ടുവന്നു. ഇത് അമേരിക്കയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് വഴിവെച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകും. മാത്രമല്ല, AI സാങ്കേതിക വിദ്യയിലടക്കം
ഇരു രാജ്യങ്ങളും തമ്മിൽ പരസ്പരമുള്ള സഹകരണം അത് സംബന്ധിച്ച ചർച്ചകളും ഇന്നത്തെ യോഗത്തിൽ നടക്കും. 3 തായ്വാൻ വിഷയമാണ്. തായ്വാൻ ഒരു സ്വതന്ത്ര ദ്വീപാണ്, അവർക്കൊരു സ്വതന്ത്രാധികാരമുള്ള രാജ്യം എന്നാണ് അമേരിക്കയുടെ നിലപാട്. കഴിഞ്ഞ ഡിസംബറിൽ $11 ബില്യൺ ആയുധങ്ങൾ, അത്തരത്തിൽ സൈനിക സഹായം തായ്വാന് നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഇതിനോട് ചൈനയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട്. ധാരണയിലെത്തിയെങ്കിലും ഈ ആയുധങ്ങൾ ഇതുവരെ കൈമാറിയിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ നിലപാട് ഇനി എന്താകും? ആ വിഷയങ്ങൾ സ്വാഭാവികമായും ചൈന മുന്നോട്ട് വയ്ക്കും. ഇന്നലെ ട്രംപ് ബീജിംഗിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൈന ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് ചൈനയുടെ അധീനതയിലുള്ള പ്രദേശമാണ് എന്നത് അംഗീകരിക്കണം അമേരിക്ക. ഇതാണ് ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ചർച്ച. എന്തായാലും 10 ആഴ്ചയായി നീണ്ടു നിൽക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഈ കൂടിക്കാഴ്ച എന്തെങ്കിലും ഫലം കാണുമോ? ഈ കൂടിക്കാഴ്ച അവരിൽ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഷീ ജിൻപിങ്ങും ട്രംപും ചൈനയുടെ ഔദ്യോഗിക ബഹുമതികൾ അത് സ്വീകരിക്കുന്നതാണ്. ട്രംപ്, നമുക്ക് ദൃശ്യങ്ങൾ ഇരുവരെയും കാണാം. എന്ത് മാറ്റം ഈ സന്ദർശനം ലോകക്രമത്തിൽ സൃഷ്ടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. മറ്റു വാർത്തയിലേക്ക്